എൻ്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എൻ്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിൻ്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിൻ്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ ആ പുള്ളിക്കാരീനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. മരണം വരെ കുടിക്കുന്നത് പശുവിന്റെ പാലാണ്. അപ്പൊ അമ്മയെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് പശുവിനെ കാണുന്നത്. അതുകൊണ്ട് ഗോ മാതാവ് എന്ന് പറയുന്നത് പശുവാണെങ്കിലും നമ്മുടെ അമ്മയെ എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. ഗോ മാതാവ് എന്ന് പറയുന്നത് പശുവാണെങ്കിലും നമ്മുടെ അമ്മയെ പോലെയാണ്. എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. ഗോ മാതാവ് എന്ന് പറയുന്നത് പശുവാണെങ്കിലും നമ്മുടെ അമ്മയെ പോലെയാണ്. എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയണം. ഞാനൊന്ന് പോയി ചോദിക്കാൻ കേട്ടോ. പശുവിന്റെ കൂടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം കോൺട്രവേഴ്സി ഉണ്ടാക്കിയത് മറ്റാരുമല്ല, നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നെഞ്ചിലേറ്റിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഓസി മോൾ. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഓസി മോളുടെ ഏറ്റവും ഇളയ അനിയത്തി അൻസികയായിരുന്നെങ്കിൽ തൊട്ട് പിറ്റേ ആഴ്ച നേരിൽ നിന്ന് നേരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഓസി മോൾ. എന്താണ് സംഭവിച്ചത്? ഓസി മോളുമായി ബന്ധപ്പെട്ട വീഡിയോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് നിരവധി ആളുകൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് ഈ വിഷയത്തിൽ സത്യാവസ്ഥ? അശ്വിന്റെ അമ്മ നേരിട്ടത് സമൂഹ മനസാക്ഷിയെ നടുക്കുന്ന കടുത്ത അപമാനമായിരുന്നു. അത്തരത്തിലൊരു അപമാനം ഓസി മോൾ നടത്തിയിരിക്കുന്നുവെന്ന് കൃഷ്ണകുമാർജി തന്നെ തുറന്നു പറയുന്ന ഒരു വീഡിയോ. അതായത് ഒരു പശുമ്പയ്ക്ക് ലഭിക്കുന്ന പരിഗണന പോലും മീനമ്മയ്ക്ക് ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് വിശദമായി പോകുന്നതിന് മുമ്പ് അതേ വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന പാഹയന്മാർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായി ശ്രദ്ധിക്കുക. അതെ, എന്തായിരുന്നു ഓസി മോൾ നടത്തിയ ആ ഒരു വലിയ കോൺട്രവേഴ്സി? വരട്ടെ, അത് വന്നതിന് ശേഷം എങ്ങനെയാണ് കൃഷ്ണകുമാർജി ഈ ഒരു വിഷയത്തെ തള്ളിപ്പറയുന്നതെന്നുള്ള ആ ഞെട്ടിക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അഫ്കോഴ്സ് ഞാൻ സ്ഥിരം അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത്, അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ ഈസ് സോ ഹാപ്പി ദാറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നതില്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അതായത് നമ്മുടെ സിന്ധു ചേച്ചി മരുതൻകുഴി വീട്ടിൽ ഒരു ദേവിയെ പോലെ കാണാൻ സുന്ദരിയായ ഒരു അമ്മ തന്നെയാണ്. സിന്ധു ചേച്ചി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സിന്ധു ചേച്ചിയെ മാത്രമേ താൻ അമ്മയെന്ന് വിളിക്കുള്ളൂ. എന്നാലോചിച്ച് നോക്കുക, ഓള് വഴിയരികിൽ വെച്ചൊരമ്മ, ഒരു വൃദ്ധയായ ഒരു അമ്മയെ കാണുവാന്നെങ്കിലുള്ള അവസ്ഥ. ആ അമ്മയുടെ മകനായ ആ ഒരു പഹേന്റെ അല്ലെങ്കിൽ ആ ഒരു മകളുടെ പേര് സുരേന്ദ്രനെങ്കിൽ സുരേന്ദ്രൻ, ശശി എങ്കിൽ ശശി, അത് ആരുടെ അമ്മയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഓലമ്മ, അതായത് ശശിയേട്ടന്റെ അമ്മ അല്ലെങ്കിൽ സുരേന്ദ്രന്റെ അമ്മ എന്ന് അവരെ അഡ്രസ്സ് ചെയ്യുക, സംബോധന ചെയ്യുക. നേരിട്ട് അമ്മയെന്ന് വിളിക്കാതിരിക്കുന്ന ഒരു കീഴ്വഴക്കമാണ് ഓളുടെ. എന്നാൽ ഓളുടെ ആ ഒരു കീഴ്വഴക്കം കൃഷ്ണകുമാർജി തള്ളിപ്പറയുകയാണ്. എന്താണ് ജിക്ക് പറയാനുള്ളത്? പണ്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിലും ഈ ഗോശാലകളുണ്ട്. അതായത് നമ്മുടെ അമ്മയുടെ വീട്ടിലൊക്കെ പാല് വിട്ടുകൊണ്ടിരുന്ന വീടാണ്. തൊഴുത്തുകളുണ്ട്, പശുക്കളുണ്ട് ധാരാളം. ഇവരുമായിട്ട് ഭയങ്കര അടുപ്പവും. അപ്പോൾ നമ്മൾ പേര് വിളിക്കും, നമ്മുടെ മക്കളെ വിളിക്കുന്നു, ഇവരുമായിട്ട് വളരെ അടുപ്പം ഉണ്ടാവും. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 2 വയസ്സ് 3 വയസ്സ് 5 വയസ്സ് വരെ അമ്മയുടെ പാല് കുടിക്കും. അത് കഴിഞ്ഞാൽ പാല് കുടിക്കുന്നവരാണെങ്കിൽ മരണം വരെ കുടിക്കുന്നത് പശുവിൻ്റെ പാലാണ്. അപ്പോൾ അമ്മയെ റീപ്ലേസ് ചെയ്യുന്നൊരു സംഭവമായിട്ടാണ് പശുവിനെ കാണുന്നത്. അതുകൊണ്ട് ഗോ മാതാവ് എന്ന് പറയുന്നത് പശുവാണെങ്കിലും നമ്മുടെ അമ്മയെ പോലെയാണ്. ദുഃഖകരമായ അവസ്ഥ. അതേ, സ്വന്തം മകളായ ഓസിമോളെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. ഓസിമോൾ പറഞ്ഞത് തനിക്കൊരൊറ്റ അമ്മയുള്ളു, അത് മരുതൻകുഴി വീട്ടിലെ തന്റെ സിന്ധു അമ്മയാണ്. ആ അമ്മയെ മാത്രമേ താൻ അമ്മയെന്ന് വിളിക്കുള്ളൂ. എന്നാൽ സ്വന്തം വാപ്പയായ കൃഷ്ണകുമാർജി പറയുന്നത് അമ്മ ഒന്നല്ല, ഗോമാതാവും തങ്ങളുടെ അമ്മയാണ്, അതിനെയും അമ്മയെന്ന് വിളിച്ചാണ് തങ്ങളുടെ കുടുംബത്തിന്റെ ശീലമെന്നാണ് പറയുന്നത്. ഏറെ ഞെട്ടുളവാക്കുന്നൊരു വീഡിയോ തന്നെയാണ്. അപ്പൊ ആ പുള്ളിക്കാരീനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. പക്ഷേ കൃഷ്ണകുമാർജിക്ക് സാധിക്കും. അതേ, കൃഷ്ണകുമാർജി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിരവധി പശുക്കളെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ട്. ഒന്നാലോചിച്ച് നോക്കുക, പശുവിനെ ഗോമാതാവ് എന്ന് വിളിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല, നമുക്ക് പാല് തരുന്ന പശു തന്നെയാണ്. പക്ഷേ ഒരു പശുവിന്റെ വില പോലും അശ്വിന്റെ ആ ഒരു അമ്മ മീനമ്മയ്ക്ക് ആ ഒരു കുടുംബത്തിൽ ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ ഏറെ ദുഃഖകരമായ അവസ്ഥ. പൊട്ടിക്കരയുന്ന മീനമ്മയാണ് കാണാൻ സാധിക്കുന്നത്. മീനമ്മ തിരിച്ച് തന്റെ നാട്ടിലേക്ക്, സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുമോ? ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എൻ്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എൻ്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ്
മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. ആലോചിച്ച് നോക്കുക. അതായത് അശ്വിൻ വന്ന് ഓൾഡ് അമ്മയെ അമ്മ അല്ലെങ്കിൽ കൃഷ്ണകുമാർജി അച്ഛ എന്ന് വിളിക്കുമ്പോൾ ഓനിക്ക് പ്രാന്താണോ എന്ന് ചോദിക്കുമെന്നാണ് ഓള് പറയുന്നത്. പശുവിന്റെ പാലാണ്. അപ്പൊ അമ്മയെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് പശുവിനെ കാണുന്നത്. അതുകൊണ്ട് ഗോ മാതാവ് എന്ന് പറയുന്നത് പശുവാണെങ്കിലും നമ്മുടെ അമ്മയെ പോലെയാണ്. പശുവാണെങ്കിലും നമ്മുടെ അമ്മയെ പോലെയാണ്. പശുവാണെങ്കിലും നമ്മുടെ അമ്മയെ പോലെയാണ്. അന്നേരം പശുവിന്റെ അമ്മയെന്ന് വിളിക്കുന്ന കൃഷ്ണകുമാർജിക്ക് പ്രാന്താണെന്നാണോ ഈ പറഞ്ഞതിന്റെ ആ ഒരു പൊരുള്? ഏറെ ദുഃഖകരമായ അവസ്ഥ. ഒരച്ഛനും ഇതുപോലൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. രണ്ടു ദിവസം മുമ്പ് ഇന്നലെ പശുക്കളുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയണം. അപ്പൊ ഞാനൊന്ന് പോയി ചോദിക്കാൻ കേട്ടോ. പശുവിന്റെ കൂടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ കിച്ചു ഇന്ന് രാവിലെ കിച്ചനെ കുറിച്ചും ട്രോളൊക്കെ നമ്മൾ കുറച്ച് വായിച്ചല്ലോ. കിച്ചന് സ്വയം ഇങ്ങനെ എന്താ തോന്നുന്നത്? എങ്ങനെ അമ്മയെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് പശുവിനെ കാണുന്നത്. അതുകൊണ്ട് ഗോ മാതാവ് എന്ന് പറയുന്നത് പശുവാണെങ്കിലും നമ്മുടെ അമ്മയെ പോലെയാണ്. അതെ, ഒന്നല്ല 1000 തവണ കിച്ചുവേട്ടൻ അത് സമ്മതിച്ചിരിക്കുകയാണ്. തന്റെ അമ്മ എന്ന് പറയുന്നത് തന്റെ സ്വന്തം അമ്മ മാത്രമല്ല, പശുവുമ്പയും തന്റെ അമ്മയാണെന്ന് ആ ഒരു പാഹ്യം പറഞ്ഞിരിക്കുന്നു. എന്നാൽ ആ ഒരു അച്ഛന്റെ നിലപാട് പാടെ തള്ളിക്കളഞ്ഞ ഓസിമോള് മീനമ്മയെ അപമാനിച്ച ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ ഒരു അച്ഛന്റെ നിലപാടിനെ കുറിച്ച് ആ ഒരു മീനമ്മ അറിയുകയാണെങ്കിൽ മീനമ്മയ്ക്ക് ഉണ്ടാവുന്ന ആ ഒരു മാനസികാവസ്ഥ, ഒരു പശുവുമ്പയ്ക്ക് ലഭിച്ച ഒരു ആദരവ് പോലും തനിക്ക് ലഭിച്ചില്ല എന്ന് മനസ്സിലാക്കുന്ന മീനമ്മ അല്ലെങ്കിൽ മീനമ്മയുടെ മകനായ അശ്വിൻ എന്ന് പറയുന്ന ആ ഒരു പഹയൻ ഏറെ ദുഃഖകരമായ അവസ്ഥ തന്നെയാണ്. ഇപ്പൊ നാളെ ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവനോട് ചോദിക്കും, അപ്പൊ ഞാൻ ആരെന്ന് ഞാൻ ഉറപ്പായിട്ടും ചോദിക്കും. എനിക്കിപ്പോ ഓമി വേറൊരാളെ പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി, അമ്മ വേറെ ആരെയും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അല്ല, ഓമി കല്യാണം കഴിക്കണ്ട. ഓമി കുറച്ചുകൂടെ പ്രായമായി പശുവിന്റെ പാല് കുടിക്കുമ്പം ആ ഒരു ഗോമാതാവിനെ അമ്മയെന്നല്ലെങ്കിൽ മാതാവേന്ന് വിളിക്കുകയാണെങ്കിൽ, കൃഷ്ണകുമാർജി അതിന് പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു ഫാമിലിയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഇതുപോലൊരവസ്ഥ ഒരു കുടുംബത്തിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? സിമോളുടെ ഈ ഒരു നിലപാടുമായി ബന്ധപ്പെട്ട്, കൃഷ്ണകുമാർജിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.